ഹലോ എവരിവൺ, നമുക്കതൊരു അടുത്ത സെഷനിലേക്ക് കടക്കാം. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഫംഗ്ഷൻസിന്റെ കംപ്ലീറ്റ് സിലബസ് ഫോർ ജെഇ മെയിൻസ് ആൻഡ് അഡ്വാൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ലെസ് ദാൻ 0, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എങ്ങനെ വരും? നമ്മളിത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസിന്റെ കാര്യത്തിൽ ഇൻഇക്വാലിറ്റി എങ്ങനെ യൂസ് ചെയ്യുമെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. കാരണം ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ച് നോക്കാം. ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ, അതായത് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി ഇസ് മൈനസ് 1 അല്ലെ. അതായത് 1 മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac ആയിട്ട് തന്നെയാണല്ലോ. അതെ, അത് പ്ലസ് 4 5 എന്ന് വരും അല്ലെ. ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണ്, ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് അല്ല. അന്നേരം ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. റൂട്ട്സ് എന്തൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി, അതായത് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2 അല്ലെ. അതായത് 1 പ്ലസ് റൂട്ട് 5 ബൈ 2ഉം 1 മൈനസ് റൂട്ട് 5 ബൈ 2 ആയിരിക്കണം ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് 1 പ്ലസ് റൂട്ട് 5 ബൈ 2ഉം 1 മൈനസ് റൂട്ട് 5 ബൈ 2ഉം ആയിരിക്കണം ഇതിന്റെ റൂട്ട്സ്. ഇത് എവിടെയാണ്? ലെസ് ദാൻ 0. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് അല്ലേ. നമ്മൾ വേവി കർവ് മെത്തേഡിൽ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ ഇത് വരാൻ പോകുന്നത്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള റീജിയൻ ഏതാണ്? ഈ റീജിയൻ അല്ലേ. സോ എക്സ് ബിലോങ്സ് ടു 1 മൈനസ് റൂട്ട് 5 ബൈ 2 കോമ 1 പ്ലസ് റൂട്ട് 5 ബൈ 2. ഇൻക്ലൂഡഡ് ആണോ? അല്ല, കാരണം ഇത് ലെസ് ദാൻ 0 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല. ഇത് ഈ ക്വസ്റ്റ്യന്റെ കേസിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ലെസ് ദാൻ 0. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac, അതായത് മൈനസ് 3 എന്ന് വരത്തില്ലേ. സോ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണ്. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 വരുമ്പോഴത്തേക്കും എന്ത് കേസാണ് ഇത്? അൺറിയൽ റൂട്ട്സ് ഉള്ള കേസാണ്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് എ എന്ന് പറയുന്ന 1 ആണ്, എ ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ 0 ആണ്. എ ഗ്രേറ്റർ ദാൻ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ ലെസ് ദാൻ 0 ആവാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? നോ സൊല്യൂഷൻ ഓർ എക്സ് ഇസ് ഈക്വൽ ടു 5. നോ സൊല്യൂഷൻ. കാരണം എന്താ? നമുക്കറിയാം ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആവുന്ന കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറും ഫംഗ്ഷന്റെ വാല്യൂവും സെയിം സൈൻ ഉള്ളതായിരിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷനും പോസിറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റും. ഇവിടെ അത് നെഗറ്റീവ് വാല്യൂ വരുന്നതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇത് കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാകും. ഇതിന്റെ തിയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഗ്രേറ്റർ ദാൻ 0. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac, അതായത് 16 മൈനസ് 16 എന്ന് പറയുന്നത് അല്ലെ. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 അല്ലേ. ബി സ്ക്വയർ മൈനസ് 4ac ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണ് അല്ലെ. എ വാല്യൂ എന്താണ്? 3, അതായത് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെ സംഭവിക്കുമെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇതിന്റെ സൊല്യൂഷൻ വാല്യൂ എവിടെ എഴുതാൻ പറ്റും? ഇത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട്, ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0യും ഫംഗ്ഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്കറിയാം എക്സ് ഷുഡ് ബി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എല്ലാ എക്സിന്റെ വാല്യൂവിനും ഈ ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഫംഗ്ഷന്റെ വാല്യൂവും കോഎഫിഷ്യന്റ് ഓഫ് എക്സും ഒരേ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. അതേ ചോദ്യം തന്നെ നമ്മളിപ്പോ ഇങ്ങനെയായിരുന്നു ചോദ്യമെങ്കിൽ 3x സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 ലെസ് ദാൻ 0. ഡിസ്ക്രിമിനന്റ് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac, അതായത് 16 മൈനസ് 4 ഇൻറ്റു 5 ഇൻറ്റു 3, അതായത് മൈനസ് 44. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 വന്നു. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് എ എന്ന് പറയുന്ന 3 വന്നു. എ ഗ്രേറ്റർ ദാൻ 0 ആണ്, പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. രണ്ടും കൂടെ ഒരുമിച്ച് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് എന്താണ്? നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി വരുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന്റെ സിമ്പലും ഫംഗ്ഷന്റെ സൈനും സെയിം ആയിരിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂവും പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ വരുന്ന കേസുകളിൽ എക്സിന്റെ വാല്യൂ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അല്ലാത്ത കേസിലെല്ലാം ഒരു വാല്യൂവും ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അന്നേരം ഇപ്പൊ നമുക്ക് എന്താ പറയണ്ടേ? നമുക്ക് ഇതിനെ സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ സ്റ്റെപ്സ്. ഇൻ ക്വസ്റ്റ്യൻ ഓഫ് quadratic equation, if factorization is possible, then we can find, then do the
വേവി കർവ് മെത്തേഡ് അല്ലെ, വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇഫ് factorization is not possible, if factorization is not possible, then check d. d is the discriminant, അതായത് b square minus 4ac നമ്മൾ ചെക്ക് ചെയ്യുക. if d is less than 0, then two cases are possible, അല്ലെ, then two cases are possible. ഫസ്റ്റ് എന്ന് പറയുന്നത് a less than 0, സെക്കൻഡ് എന്ന് പറയുന്നത് a greater than 0. if a less than 0 വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷനും ലെസ് ദാൻ 0 ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്. a greater than 0 ആണെങ്കിൽ ഫംഗ്ഷനും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്. ബട്ട് a ലെസ് ദാൻ 0യും ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല. a ഗ്രേറ്റർ ദാൻ 0യും ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അതായത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന്റെ സെയിം സൈൻ തന്നെ ഫംഗ്ഷനും എടുക്കണം. കാര്യം പിടിയിട്ടിയല്ലോ, ചെറിയൊരു കൺഫ്യൂഷൻ കാണും. ഇപ്പോഴത്തേക്ക് ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇതിന്റെ ഗ്രാഫ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അന്നേരം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പിടികിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. ചോദ്യം ഇതാണ്, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ പവർ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതെന്താണ്? ഇത് പോസിറ്റീവ് കാര്യമല്ലേ? പോസിറ്റീവ് കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിനൊരു റോളും ഇവിടെ ഇല്ല. ബട്ട് വേറൊരു കാര്യം ഓർക്കണം, എക്സ് ഇസ് ഈക്വൽ ടു 2 ഇവിടെ എടുക്കാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു 2 വന്നാൽ ഈക്വൽ ടു സൈൻ പറ്റും. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു 2ഉം എക്സ് ഇസ് ഈക്വൽ ടു 4ഉം ആണ് ടേണിംഗ് പോയിന്റ്സ്. 2 എടുത്തു അല്ലെ. ഇനി നമുക്ക് 4ന്റെ ഇവിടെ നിന്ന് വന്നു, ഓഡ് പവർ ആയതുകൊണ്ട് താഴോട്ട് പോയി 2യിലേക്ക് വന്നു. 2യിലേക്ക് വരുമ്പോൾ ഈവൻ പവർ ആയതുകൊണ്ട് എന്താണ്, വീണ്ടും സെയിം സൈനിലേക്ക് പോകും. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പൊ എവിടെയാണ് പ്ലസ് വാല്യൂസ് വരുന്നത്? 4 ടു ഇൻഫിനിറ്റിയിൽ അവിടെയാണ് പ്ലസ്. യൂണിയൻ ഒരു സിംഗിൾ സെറ്റ് പോയിന്റ് 2 ഉണ്ട്, കാരണം ഈക്വൽ ടു അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനല്ലേ ഇതിന്റെ സൊല്യൂഷൻ? വേവി കർവ് മെത്തേഡ് എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ. പെട്ടെന്ന് ടപ്പേന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വേവി കർവ് അറിയാവുന്നതുകൊണ്ട് തന്നെ. എല്ലാവർക്കും കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്യാം. ചോദ്യം ഇതാണ്, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? നമുക്കറിയാം എക്സിന്റെ എല്ലാം കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കണം. അത് പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യും? രണ്ട് സൈഡിന്റെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ലെസ് ദാൻ 0 എന്ന് വരും. എന്നിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3 അല്ലെ? ഇതല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്സ്? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. 2 അല്ലെ? എന്നിട്ട് ഇപ്പുറത്തോട്ട് പോയി വീണ്ടും 1ൽ വന്ന് 1ൽ പവർ ഈവൻ ആയതുകൊണ്ട് സെയിം സൈഡിലേക്ക് തെറിക്കും. പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇവിടെ മൈനസ് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാ? അല്ല, ലെസ് ദാൻ 0 പാർട്ടല്ലേ? പ്ലസ് മൈനസ്, സോറി ഇതും പ്ലസ് തന്നെയാണ്, ഇത് പ്ലസ് തന്നെയാണ്, കാരണം ഇവിടെ പ്ലസ് സൈഡിലേക്കല്ലേ. മൈനസ് വരുന്ന ഭാഗം എത്രയാണ്? 2 ടു 3യിൽ മാത്രമാണ് മൈനസ് വരുന്നത്. 3 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 2 ഇൻക്ലൂഡഡ് അല്ല, 3യും ഇൻക്ലൂഡഡ് അല്ല, കാരണം ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. 3 എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്റർ 0 ആയിട്ട് വരും. സോ എക്സ് ബിലോങ്സ് ടു 2 to 3 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ കേസിൽ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, കാര്യം പിടിയിട്ടല്ലോ ഈ ചോദ്യത്തിന്റെയും? ഓക്കെ, വേവി കർവ് മെത്തേഡ് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരോ അതൊന്ന് കാണണേ, എന്നിട്ട് ഇതിലേക്ക് വരാവുള്ളേ. നമ്മളൊന്ന് ക്വിക്ലി പ്രാക്ടീസ് ചെയ്യുവാണ്, കാരണം ഇനി അങ്ങോട്ട് മോഡുലസ് ഇൻഇക്വാലിറ്റിയും എല്ലാ കേസിലും ഈ വേവി കർവ് മെത്തേഡും അതിന്റെ കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ use it accordingly. So solve the question x minus 1 by x minus 2 greater than 2. Most of you will think you will have to cross multiply. Cross multiply ചെയ്യരുത് ഇൻഇക്വാലിറ്റിയിൽ. ഇൻഇക്വാലിറ്റിയിൽ ആദ്യം എന്താ ചെയ്യേണ്ട? റൈറ്റ് സൈഡ് നമ്മൾക്ക് 0 ആക്കണം, അതായത് -2 ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെ? -2 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആവും. അതായത് x minus 1 minus 2x plus 4 divided by x minus 2 is greater than 0. അതായത് minus x plus 3 divided by x minus 2 greater than 0 എന്ന് വരും അല്ലെ? അതായത് ഇപ്പം നെഗറ്റീവ് എക്സ് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഒരിക്കലും നെഗറ്റീവ് വരരുത്, പോസിറ്റീവ് ആക്കണം. അതായത് നമുക്കറിയാം എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ, രണ്ട് സൈഡിലും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് 2, അത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ലെസ് ദാൻ 0 ആയിട്ട് മാറും. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 2ഉം വരും, 3യും വരും. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും,
ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. സോ എക്സ് ബിലോങ്സ് ടു 2 to 3 എന്ന് വീണ്ടും നമുക്ക് ഈ ചോദ്യത്തിനും ഉത്തരം കിട്ടും. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 1/x ഗ്രേറ്റർ ദാൻ 2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ എന്താ ചെയ്യേണ്ടത്? 1/x - 2 ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതും. അതായത് 1 - 2x ഡിവൈഡഡ് ബൈ x ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോഎഫിഷ്യന്റ് നെഗറ്റീവ് വരുന്നതുകൊണ്ട് നമുക്ക് 2x - 1/x രണ്ട് സൈഡിലും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ഇത് സംഭവിക്കുന്നത്. അന്നേരം ഇൻഇക്വാലിറ്റി റിവൈസ് ആവും അല്ലെ. ഇനി നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അല്ലെ. ഇവിടെ 1/2 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. 2x - 1 0 എന്ന് പറഞ്ഞാൽ x is equal to 1/2 എന്ന് വരും. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേവി കർവ് വരയ്ക്കാം. ലെസ് ദാൻ 0 വരുന്നത് x ബിലോങ്സ് ടു 0 to 1/2 വരെ അല്ലെ. 1/2 പറ്റില്ല, 0 പറ്റില്ല. സോ 0 to 1/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതായിരിക്കണം ഇതിന്റെ ഡൊമെയിൻ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ചോദ്യത്തിന്. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x - 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിന്റെ കാര്യം എടുക്കുമ്പോൾ ഇതിന്റെ ഡിസ്ക്രിമിനന്റ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് കാണാം. ഇവിടെ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0, ബി സ്ക്വയർ - 4ac ലെസ് ദാൻ 0. എന്നിട്ട് ഇതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. ശരിയല്ലേ? ഇത് പോസിറ്റീവ് ആയിട്ട് ഓൾറെഡി മനസ്സിലായി. ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളത് ന്യൂമറേറ്ററിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ന്യൂമറേറ്ററിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് 3x - x എന്ന് എഴുതാമല്ലോ. -3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പോസിറ്റീവ് തിങ് ആയതുകൊണ്ട് ഡസന്റ് മാറ്റർ. സോ x into x plus 3 minus of 1 into x plus 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നതാണല്ലോ. അതായത് x plus 3 into x minus 1 എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന പോയിന്റ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിന് വരയ്ക്കുവാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്തൊക്കെ വരും? 1 വരും, -3 വരും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന പോയിന്റ്സ് എവിടേക്കാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന പോയിന്റ്സ് 1ൽ ഗ്രേറ്റർ ദാൻ, സോ ഇത് 1 to ഇൻഫിനിറ്റി വരും, യൂണിയൻ -∞ to -3. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഇടണം. കാരണം 1ഉം പറ്റും, -3ഉം പറ്റും. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുകയാണ്. നന്നായിട്ട് തന്നെ പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാര്യം നന്നായിട്ട് പിടികിട്ടും. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തത് x - 2 ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്, നമ്മൾ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയിട്ട് കാണും. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ട് എപ്പോഴും വരുന്നതായിട്ട് കാണാം. ആ കാര്യം പിടിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ x - 2 ഗ്രേറ്റർ ദാൻ 0 വരണമെങ്കിൽ ഇനി x - 2 ഗ്രേറ്റർ ദാൻ 0 മാത്രം നോക്കിയാൽ പോരെ. അതായത് x ഗ്രേറ്റർ ദാൻ 2, അതായത് x ബിലോങ്സ് ടു 2 to ഇൻഫിനിറ്റി. നമുക്ക് ടപ്പേ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. കാര്യം പിടിയിട്ടില്ല എല്ലാവർക്കും. അടുത്തൊരു ചോദ്യം. എല്ലാവരും സമയമെടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യുക. എന്റെ സൊല്യൂഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടേ നോക്കാം. ഞാൻ കുറച്ച് സ്പീഡിന് പോവാണ്, കാരണം ജെയ്ക്ക് നല്ല സ്പീഡും വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 0.5 ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഗ്രേറ്റർ ദാൻ 0. ഇത് പോസിറ്റീവ് ആണ്. ഇതിനെ ഗ്രേറ്റർ ദാൻ 0 ആക്കുന്ന ഇവിടെ മാത്രമാണ് അല്ലെ. ഇത് എപ്പോഴും പോസിറ്റീവ് അല്ലേ. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. അതായത് എക്സിന്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ 0 തന്നെ ആവും. കാരണം ന്യൂമറേറ്റർ ഓൾറെഡി പോസിറ്റീവ് ആണ്. നമുക്ക് ഡിനോമിനേറ്ററിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കാര്യം വെച്ചിട്ട് നമുക്കറിയാം അത് എപ്പോഴാ പോസിറ്റീവ് ആണ്. കോഎഫിഷ്യന്റ് പോസിറ്റീവും ഫംഗ്ഷൻ പോസിറ്റീവ് ആയിട്ട് തന്നെ വരണമല്ലോ എക്സിന്റെ ഏത് വാല്യൂസും. അതുകൊണ്ട് തന്നെ x ബിലോങ്സ് ടു r എന്ന് നമ്മൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അടുത്തത് 0.5 ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ലെസ് ദാൻ 0 എന്നാണ് എന്ത് പറ്റുന്നത്? ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ബൈ പോസിറ്റീവ് ലെസ് ദാൻ 0 പറ്റുമോ? പറ്റില്ല. അതായത് x is equal to 5 എന്ന് പറയാം. നോ വാല്യൂസ് അല്ലേ, അതെന്ന് പറയുന്നത് 5 ആണ്. നോ വാല്യൂസ് ഓഫ് x can satisfy this. ഓക്കെ, കാര്യം പിടിയിട്ടല്ലോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ഇൻഇക്വാലിറ്റീസിന്റെ കേസിൽ എങ്ങനെ ചെയ്യുമെന്നാണ്. two inequalities. When two inequalities are involved, how to deal with this kind of questions. നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് x square plus 2x minus 3 greater than or equal to 0
and x square minus 4 less than or equal to 0 എന്ന് പറയുന്നത്. രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യം ഇൻഡിവിജ്വലി നമ്മൾക്ക് ഇതിനെ കണ്ടുപിടിക്കാം, എന്നിട്ട് എല്ലാത്തിന്റെയും സൊല്യൂഷൻ നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ -3 ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 3യും പറ്റും, എക്സ് ഇസ് ഈക്വൽ ടു 3യും എക്സ് ഇസ് ഈക്വൽ ടു -3യും പറ്റും, എക്സ് ഇസ് ഈക്വൽ ടു 1ഉം പറ്റും. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ എവിടേക്കാ അതിന്റെ വാല്യൂസ് വരാൻ പോകുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ -∞ ടു -3 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി എന്ന് ഇവിടെ വരും. ആൻഡ് ഇത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾ വേവി കർവ് മെത്തേഡ് ഞാൻ ഇപ്പം ക്വിക്ലി ഇനി വരയ്ക്കുന്നില്ല. ഇത് എവിടെ നിന്ന് എവിടെ വരെ വരും? -2 2ഉം ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് എത്രയാണ്? -2 to 2 എന്ന് വരും. അപ്പൊ ആദ്യത്തത് നമ്മൾ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ഏതൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട് അല്ലെ. ആദ്യത്തത് ഇവിടെ വരെ വരുന്നുണ്ട്, -∞ ടു -3 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി വരെ അങ്ങ് വിട്ടടിച്ച് പോവുക. ഇതാണ് ആദ്യത്തതിൻ്റെ. രണ്ടാമത്തെ എവിടെയാ? -2 ടു 2 വരെ മാത്രം, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ്, കാരണം ആൻഡ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ ലൈനിലും ഇതിലും കംപ്ലീറ്റ് ആയിട്ട് വരുന്ന എവിടെ വരെ ഉള്ള? ഇവനും രണ്ടിനും ഇടയ്ക്കുള്ള എല്ലാം ഇതിനകത്ത് വിടുമല്ലോ. അതായത് എക്സ് ബിലോങ്സ് ടു 1 to 2 എന്ന് എഴുതാം. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക, രണ്ടിന്റെയും സൊല്യൂഷൻ വരയ്ക്കുക, രണ്ടിന്റെയും ഇന്റർസെക്ഷൻ വരുന്ന പാർട്ടാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് രണ്ടെണ്ണത്തിന്റെയും കേസിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ഈ സൊല്യൂഷൻ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. വേവി കർവ് മെത്തേഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് എഴുതി പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം തന്നെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 if x square plus 2x minus 3 is greater than or equal to 0 and x square minus 1 is less than or equal to 0. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു -∞ ടു -3 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതെല്ലാം സോൾവ് ചെയ്ത് നോക്കണേ. ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇവിടത്തെ എന്താണ്? ഇത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. എക്സ് ബിലോങ്സ് ടു -1 to 1. രണ്ടിന്റെയും കേസുകൾ നമുക്ക് വരയ്ക്കുവാണെങ്കിൽ 1 പിന്നെ ഏതൊക്കെയാ വേണ്ടത്? -1 -3 ഇതൊക്കെയല്ലേ വേണ്ടുന്നത്. ആദ്യത്തെ സൊല്യൂഷൻ -∞ ടു -3 വരെ വന്നു, 1 ടു ഇൻഫിനിറ്റി വരെ വന്നു. രണ്ടാമത്തത് -1നും 1നും ഇടയ്ക്കായിട്ട് ഉള്ളതെന്ന് വരും. രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എന്താ വരുന്നത്? ഈ ഒരു ഒറ്റ പോയിന്റ് മാത്രമേ രണ്ടിനും കോമൺ ആയിട്ടുള്ളൂ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 എന്ന് വരും. കാരണം കോമൺ ആണ്, രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആയിട്ടുള്ളത് ഈ ഭാഗത്തിന്റെയും ഈ ഭാഗത്തിന്റെയും ഈ ന്യൂ ആയിട്ട് വന്നതിന്റെയും കോമൺ ആയിട്ടുള്ള ജസ്റ്റ് 1 മാത്രമാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 എന്നാണ് നമുക്ക് ഇവിടെ ശരിയുത്തരമായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചെയ്യാം. രണ്ട് ഇൻഇക്വാലിറ്റീസ് വരുന്നതിന്റെ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ 0. ഇതിന്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എന്താണ്? -∞ ടു -3 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി എന്ന് വരും. ആൻഡ് ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു -1 to 1. ക്ലോസ്ഡ് ഇന്റർവെൽ ആണോ? അല്ല, ഓപ്പൺ ഇന്റർവെൽ ആണ്. കാരണം എന്താ? ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. എന്നിട്ട് ഇതിനെയും നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് 1 എന്ന് വരും, ഇവിടെ -3 വരും, ഇവിടെ -1 വരും, ഇത് -3 വരെ വന്നു, 1 ടു ഇൻഫിനിറ്റി ഇവിടെ വരെ പോയി, 1നും -1നും ഇടയ്ക്കുള്ള വാല്യൂസ്. ബട്ട് ഇവിടെ ഹോൾ ആണ്. കാരണം എന്താ? ഇൻക്ലൂഡഡ് അല്ല. അതായത് ഇത് ഈ ഒരു ലൈനിലും ഇത് ഈ ഒരു ഭാഗത്തിനും എന്തെങ്കിലും കോമൺ ഉണ്ടോ? രണ്ടിന്റെ സൊല്യൂഷൻ ഒന്നും കോമൺ ഇല്ല. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് പറയാൻ പറ്റും. നോ സൊല്യൂഷൻ അറ്റ് ഓൾ. ബിക്കോസ് രണ്ടിനും ഈ സൊല്യൂഷനും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റും ഇല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് 5 എന്ന് വിളിക്കാൻ സാധിക്കും. കാര്യം പിടികിട്ടിയല്ലോ. ഇത്രയും നമ്മൾ അടിപൊളി കുറെ ചോദ്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോയി. എല്ലാരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും എൻജോയ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. കുറച്ച് സമയം എടുത്ത് ഞാൻ ഇച്ചിരി സ്പീഡിന് പോവാണ്. നിങ്ങൾ സമയമെടുത്ത് ഓരോ ചോദ്യവും പോസ് അടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. സൊല്യൂഷൻ വീണ്ടും പിന്നോട്ട് വന്നിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത്
പാർട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് മോഡുലസ് ഇൻഇക്വാലിറ്റി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മോഡുലസ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ കുറച്ച് പോയിന്റുകൾ പറയാം. മോഡുലസ് ഓഫ് എക്സ് ഇസ് റെപ്രസെന്റഡ് ബൈ രണ്ട് പാരലൽ ലൈനിന് എക്സ് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മോഡുലസ് ഓഫ് എക്സ് ഇസ് എക്സ് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇറ്റ് ഇസ് മൈനസ് ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് -2 നമുക്ക് എന്താ എഴുതാം? മൈനസ് ഓഫ് -2 അല്ലേ? കാരണം ഉള്ളിലുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കി തരുന്ന ഒരു സംഭവമാണ് മോഡുലസ് എന്ന് പറയുന്നത്. കാരണം മോഡുലസ് ഓഫ് -2 എന്താണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 2 ബിക്കോസ് ഇറ്റ് ഇസ് മൈനസ് ഓഫ് -2 ബിക്കോസ് ഇന്റേർണലി ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഈ ഒരു ലോജിക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. സോ മോഡുലസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെയാണ്. നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ പുറത്തോട്ട് കുറച്ചും കൂടെ നെഗറ്റീവ് കൊണ്ട് തന്നിട്ട് നെഗറ്റീവിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു പോസിറ്റീവ് ആക്കുന്ന നല്ലൊരു ഫ്രണ്ടാണ് മോഡുലസ് എന്ന് പറയുന്ന ഫ്രണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഡെഫിനേഷൻ ഇതാണ്. മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് x when x is greater than or equal to 0 and minus x when x is less than 0. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് x minus 1ന്റെ ഡെഫിനേഷൻ എന്തായിരിക്കണം? ഉള്ളിലുള്ളത് x minus 1 ആയിരിക്കും when x minus 1 is greater than or equal to 0. അതായത് ഉള്ളിലുള്ളത് greater than or equal to 0 ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വരും. അത് നെഗറ്റീവ് ഓഫ് x minus 1 ആകും when x minus 1 is less than 0. അതായത് x minus 1 greater than or equal to 0 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? x greater than or equal to 1, ഇത് x less than 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം കൂടെ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3യുടെ ഡെഫിനേഷൻ എന്തായിരിക്കണം? അതെന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 തന്നെ ആയിരിക്കും വെൻ എക്സ് പ്ലസ് 3 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് നെഗറ്റീവ് ഓഫ് എക്സ് പ്ലസ് 3 ആയിരിക്കും വെൻ എക്സ് പ്ലസ് 3 ഇസ് ലെസ് ദാൻ 0. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3യും ഇവിടെ എക്സ് ലെസ് ദാൻ 3യും. അതായത് ഇതിന്റെ ടേണിംഗ് പോയിന്റുകളിൽ ഗ്രാഫിന്റെ ഡെഫിനേഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പം ക്വിക്ക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ -3 അല്ലേ ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആക്കുന്ന പോയിന്റ്. അവിടെ ആ പോയിന്റിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ കണക്ക് തന്നെ എഴുതുക, ആ പോയിന്റിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ക്വിക്ക് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാമല്ലോ. കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് x minus 3യുടെ ഡെഫിനേഷൻ എങ്ങനെ എഴുതും? ടേണിംഗ് പോയിന്റ് 3 ആണ്. അതായത് 3യെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതും. 3യെക്കാട്ടിലും ലെസ് ആണെങ്കിൽ, ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള 3യെക്കാട്ടിലും ലെസ് ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് ഇറ്റ്, അതായത് 3 minus x. നെഗറ്റീവ് ഓഫ് x minus 3 എന്ന് പറയുന്നത് 3 minus x ആണല്ലോ. കാര്യം പിടികിട്ടിയല്ലോ. ഒരു ചോദ്യം കൂടെ, മോഡുലസ് ഓഫ് x minus 7 എങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ടേണിംഗ് പോയിന്റ് 7 ആണ്. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതും. x ലെസ് ദാൻ 7 ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് ഇറ്റ്, അതായത് 7 minus x എന്ന് എഴുതും. കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം കൂടെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് 3x plus 4നെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? ഇതിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 3x plus 4 is equal to 0 ഇട്ടാൽ x is equal to -4/3 അല്ലേ ടേണിംഗ് പോയിന്റ്. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4/3 ആണെങ്കിൽ അതിനെ 3x plus 4 എന്ന് എഴുതും. നെഗറ്റീവ് ഓഫ് 3x plus 4, അതായത് -3x -4 ആകും when x is less than -4/3. ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഡെഫിനേഷൻ എഴുതുന്നത്. കാര്യങ്ങളൊക്കെ പിടികിട്ടി വരുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡെഫിനേഷൻ കൂടെ എഴുതാം. മോഡുലസ് ഓഫ് സൈൻ എക്സിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സൈൻ എക്സ് വെൻ സൈൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഇസ് മൈനസ് ഓഫ് ഇറ്റ് മൈനസ് സൈൻ എക്സ് വെൻ സൈൻ എക്സ് ഇസ് ലെസ് ദാൻ 0 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. നമ്മൾ കാര്യം പഠിച്ചു, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഇ റേസ് ടു എക്സ് എന്ന് തന്നെ വരത്തില്ലേ? കാരണം പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് അങ്ങനെ തന്നെ അങ്ങ് എഴുതുമല്ലോ. ഇ റേസ് ടു എക്സ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. 2 റേസ് ടു എക്സ്, 3 റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് എല്ലാം പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സിനെ സിമ്പിൾ ആയിട്ട് ഇ റേസ് ടു എക്സ് എന്ന് എഴുതി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അടുത്തൊരു കാര്യം നമ്മൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും മോഡുലസ് ഓഫ് എക്സിനെ എങ്ങനെയും എഴുതാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞായിരുന്നല്ലോ. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നതും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും സെയിം സാധനം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് x minus 1 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് x minus 1 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് സൈൻ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഈ കാര്യമൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എസ്പെഷ്യലി ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റിയിലൊക്കെ ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ വളരെയധികം ഉപയോഗപ്രദമായിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങും ഇനി മുതൽ. ഓക്കെ,
ഓൾറൈറ്റ്, ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ക്രിട്ടിക്കൽ പോയിന്റ്സ് മൈനസ് 3യും 1 പ്ലസ് മൈനസ് പ്ലസ് എന്ന് വന്നില്ലേ. അതായത് ദിസ് ബിലോങ്സ് ടു, ഓക്കെ, ദിസ് ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു എവിടെ വരെയാണ്, മൈനസ് ഇൻഫിനിറ്റി ടു -3 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി. ഇതിനെ ക്വിക്ക് ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാക്കുക, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഒരു കുന്തം പോലെ കൺസിഡർ ചെയ്യുക. ഇതെന്ന് പറയുന്ന ഒരു കുന്തമായിട്ട്, ഫംഗ്ഷൻ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ എന്ന കേസിൽ ഫംഗ്ഷന്റെ കയ്യിൽ കുന്തമാണ്. ഫംഗ്ഷന്റെ കയ്യിൽ കുന്തം ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഫംഗ്ഷൻ ബാക്കിയുള്ളവരെ തുരത്തും. ഓക്കെ, ഫംഗ്ഷന്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, തുരത്തുക എന്ന് പറഞ്ഞാൽ ദൂരോട്ട് പോകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ നിന്ന് ദൂരോട്ടുള്ള ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കുത്തുകയാണ്. ഫംഗ്ഷനെ കുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഫംഗ്ഷൻ ഇതിന്റെ ഇടയിൽ അങ്ങ് വന്ന് ഞെരുങ്ങും. ഫംഗ്ഷൻ ഇവിടെ നിന്നും കുത്തുവാണ്, ഫംഗ്ഷൻ ഇവിടെ നിന്നും കുത്തുവാണെങ്കിൽ എന്ത് പറ്റും, ഇതിന്റെ ഇടയ്ക്ക് അങ്ങ് വന്ന് പെട്ടുപോകും അല്ലെ. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ട് കുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഇങ്ങനെ ചുരുങ്ങി വരത്തില്ലേ അല്ലെ. അങ്ങനെ ചുരുങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഉള്ള സൊല്യൂഷൻ വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ക്വിക്ക് ആയിട്ട് ഞാൻ ചിന്തിച്ച് എഴുതുന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ക്വിക്ക് ആയിട്ട് ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനിയിപ്പം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഫംഗ്ഷനെ കുത്തുകയാണ്, അതായത് 2ഉം 5ഉം ഉണ്ട്, കുത്തിക്കഴിഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള റീജിയനിലല്ലേ വരുന്നത്, ഈ നമ്പറിന്റെ ഇടയ്ക്കോട്ട് വരും. ഫംഗ്ഷൻ കുത്തുകയാണെങ്കിൽ പുറത്തുള്ള റീജിയൻ, ഫംഗ്ഷനെ കുത്തുകയാണെങ്കിൽ അകത്തുള്ള റീജിയൻ, അതായത് 2 to 5 വരും. ഇൻക്ലൂഡഡ് ആണോ, ഇൻക്ലൂഡഡ് ആണ്. എക്സ് ബിലോങ്സ് ടു ദിസ് എന്ന് ക്വിക്ക് ആയിട്ട് നമുക്ക് കാണുന്ന ഉടനെ അങ്ങ് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജെഇയുടെ എക്സാമിനൊക്കെ ഈവൻ 10 seconds സേവ്ഡ് എന്ന് പറയുന്ന ഭയങ്കര ക്വിക്ക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം ഇത് വെച്ചിട്ട് തന്നെ. ഇതാണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 ഇൻറ്റു എന്താ എക്സ് പ്ലസ് 2 അല്ലേ, എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ഫംഗ്ഷന്റെ കയ്യിലാണ് കുത്തുന്ന സാധനം ഉള്ളത്. സോ -2 ഇത് ഫംഗ്ഷൻ ബാക്കിയുള്ളതിനെ പുറത്തോട്ട് കുത്തുന്നു. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു -2 വരാം, -2 ഇൻക്ലൂഡഡ് ആണ്, യൂണിയൻ 3 ടു ഇൻഫിനിറ്റി വരെ വരാം. പുറത്തോട്ട് കുത്തുകയാണ്. ഫംഗ്ഷന്റെ കയ്യിലുള്ളപ്പോൾ ഫംഗ്ഷൻ നമ്പേഴ്സിനെ കുത്തി പുറത്താക്കുന്നതായിട്ട് നോക്കാം. അന്നേരം എക്സ് ബിലോങ്സ് ടു ദിസ് വാല്യൂസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യമാണ്, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. മോഡുലസ് ഓഫ് എക്സ് നമുക്കറിയാം, -3 വന്നു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരാം, +3 വന്നു കഴിഞ്ഞാൽ വരാം. അതായത് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും ഇതിന് സാധിക്കും എന്നല്ലേ. അതായത് ഇതിന്റെ അർത്ഥം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. രണ്ട് സൈഡും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് സെയിം ആസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16, അതായത് എക്സ് സ്ക്വയർ മൈനസ് 16 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓർക്കുക, ഞാൻ ഈ പറഞ്ഞ കുന്തത്തിന്റെ കളി നിങ്ങൾ ചെയ്യേണ്ടത് 2 നമ്പേഴ്സ് ഉള്ളപ്പോൾ മാത്രമാണ്. 2 ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ മാത്രം കുന്തത്തിന്റെ കളി ഉപയോഗിക്കുക. 3 കൂടുതൽ 2 കൂടുതൽ ആയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാം. ഓക്കെ, ഈ കുന്തത്തിന്റെ കളി, കുന്തം വെച്ച് കുത്തുന്നത്, കുന്തം വെച്ച് അടുത്തോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇതോർക്കുക, 2 സൈഡും ഇൻഇക്വാലിറ്റിയുടെ പോസിറ്റീവ് ആണെങ്കിൽ സ്ക്വയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതായത് എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കുന്തത്തിന് കുത്തുകൊള്ളുകയാണ്. അതായത് 4നും -4നും ഇടയ്ക്കുള്ള വാല്യൂസിലോട്ട് വരും. സോ എക്സ് ബിലോങ്സ് ടു -4 to 4. -4നും 4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കുമല്ലോ. പക്ഷേ ഇതൊരു ലെങ്തി പ്രോസസ് ഉള്ളേ. എല്ലാ ചോദ്യത്തിനും ഇങ്ങനെ മോഡുലസ് വരുമ്പോൾ സ്ക്വയർ കൊണ്ടുവരിക, പിന്നെ ഇത്രയും സ്റ്റെപ്പിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുറുക്ക് വിദ്യ ഇതിന്റെ അത് കണ്ടുപിടിക്കുക. ഇഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ ഇതിന്റെ ടേണിംഗ് പോയിന്റ് എന്താണ്? മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 0 ആണ്. ടേണിംഗ് പോയിന്റ് 0 തന്നെയാണ്. അന്നേരം 0യിൽ നമ്മൾ ഒരു കുതിരയെ കൊണ്ടുവെക്കുന്നെന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയതുകൊണ്ട് നമ്മൾ 4 എന്ന നമ്പർ മാർക്ക് ചെയ്യാം. ഈ ഒരു കുതിരയെ കൊണ്ടുവന്നിട്ട് അതിനൊരു 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 4 മീറ്റർ ലെങ്ത് ഉള്ള റോപ്പ് വെച്ച് ടൈ ചെയ്തേക്കുവാന്ന് വെച്ചാൽ കുതിരയ്ക്ക് എത്ര ദൂരത്തിൽ പോയിട്ട് ഗ്രാസ് തിന്നാൻ പറ്റും? ഇവിടെ വരെ വന്നിട്ട് ഗ്രാസ് തിന്നാൻ പറ്റുമല്ലോ. പക്ഷെ ഇത് കുതിരയാണ്, കഴുതയല്ല. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്കും പോകാൻ പറ്റുമല്ലോ, -4ലേക്കും വരും. സോ 0യിൽ നിൽക്കുന്ന ഒരു കുതിരയ്ക്ക് എത്ര റീജിയനിൽ ഗ്രാസ് തിന്നാൻ പറ്റും? അതായിരിക്കണമല്ലോ നമ്മുടെ ആൻസർ.
സോ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ടേണിംഗ് പോയിന്റിൽ കൊണ്ടൊരു കുതിരയെ വെക്കുക, കുതിരയ്ക്ക് റൈറ്റിലോട്ടും പോവാൻ 4, ലെഫ്റ്റിലോട്ടും പോവാൻ 4, അതുകൊണ്ട് തന്നെ ടോട്ടൽ -4നും 4നും ഇടയ്ക്കുള്ള എല്ലായിടത്തും പോവാം, അതായത് എക്സ് ബിലോങ്സ് ടു -4 to 4 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് കുതിരയുടെ കളി, ഹോഴ്സ് മെത്തേഡ്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മോഡുലസ് ഓഫ് എക്സ് ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ടേണിംഗ് പോയിന്റ് 0 ആണ്, കുതിരയെ കൊണ്ട് നിർത്തുക, 5ലേക്ക് പോവുക, ഇപ്പുറത്തെ സൈഡിലേക്കും വരാം -5ലേക്ക്. ബട്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് കുതിരയ്ക്ക് എത്താൻ പറ്റാത്ത റീജിയൻ എവിടെയാണെന്നാണ്. അതായത് ഇവിടെ നിന്നും കുതിരയ്ക്ക് പോകാം, എത്താൻ പറ്റില്ല, ഇവിടേക്കും കുതിരയ്ക്ക് എത്താൻ പറ്റില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ റീജിയൻ വേർ കുതിര ക്യാൻ റീച്ച്. കുതിരയ്ക്ക് എത്താൻ പറ്റാത്ത റീജിയൻ എവിടെ വരെയൊക്കെയാണ്? 5ൽ നിന്ന് അങ്ങോട്ടേക്കും കുതിരയ്ക്ക് എത്താൻ പറ്റില്ല, -5ൽ നിന്ന് ഇങ്ങോട്ടേക്കും പറ്റില്ല. അതായത് -∞ to -5 യൂണിയൻ 5 to ഇൻഫിനിറ്റി എന്ന് നമുക്ക് എഴുതാൻ പറ്റും എക്സിന്റെ വാല്യൂസ്. കാര്യം പിടികിട്ടിയോ? ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ കുതിരയെ വെച്ച് എങ്ങനെ കളിക്കാന്ന്? യെസ് ഓർ നോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം എഴുതാം. മോഡുലസ് ഓഫ് x-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കുതിര എവിടെയാ? ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്, അതായത് കുതിര 1ലാണ് നിൽക്കുന്നത്. 1ൽ നിന്ന് 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്തേക്ക്, 1ൽ നിന്ന് 4 യൂണിറ്റ്സ് ഇപ്പുറത്തേക്ക് പോയാൽ എവിടെ വരും? 5ലേക്ക്. 1ൽ നിന്ന് 4 യൂണിറ്റ്സ് ഇപ്പുറത്തേക്ക്, അതായത് 1 - 4 -3ലേക്ക്. 1ൽ നിന്ന് 4 യൂണിറ്റ്സ് ഇങ്ങോട്ടേക്ക് 5ൽ പോകും, 1ൽ നിന്ന് 4 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് -3ലും പോകും. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് കുതിരയ്ക്ക് എത്താൻ പറ്റുന്ന റീജിയൻ ഇവിടെ മൊത്തത്തിലായിരിക്കണമല്ലോ. അതായത് -3 to 5 വരെയാണ് കുതിരയ്ക്ക് എത്താൻ പറ്റുന്ന റീജിയൻ. സോ എക്സ് ബിലോങ്സ് ടു ദീസ് വാല്യൂസ്. കാര്യം പിടികിട്ടിയല്ലോ. സോ ഈ വീഡിയോയ്ക്ക് ഇത്രയും കാര്യങ്ങൾ മതി. നമ്മൾ നന്നായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു. നന്നായിട്ട് ഈ കുന്തത്തിന്റെ മെത്തേഡും കുതിരയുടെ മെത്തേഡും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ടപ്പ് എന്ന് പറഞ്ഞ് ഉത്തരം എഴുതിയിട്ട് അങ്ങ് പോകാം. നിങ്ങൾ കോട്ടയിലോ ഇന്ത്യയിലുള്ള ആന്ധ്രാപ്രദേശിലെ ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഉള്ള പഠിക്കുന്നതിനെക്കാട്ടിലും നല്ല ട്രിക്കുകൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ. ഐ ഹാവ് ടോട്ട് എ ലോട്ട് ഓഫ് ടോപ്പേഴ്സ് ഇൻ JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്. സോ ഐ വിൽ ബി ഗിവിംഗ് ദിസ് ഓൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടു യു. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കേരളത്തിലുള്ള ഒറ്റ കുട്ടി പോലും മാത്തമാറ്റിക്സ് JEEക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാനില്ലാത്ത ഏതൊരു കുട്ടിക്കും പഠിക്കാൻ സാധിക്കണം. അത് മാത്രമാണ് എന്റെ എയിം. ഇതിലൂടെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. We will meet again. Until then, bye bye. Have a nice time.